അപ്പോൾ മാനസിക രോഗം, എല്ലാ ഹോർമോണൽ ഇംബാലൻസും മാനസിക രോഗമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവാറുണ്ട്. അതൊന്നും മാനസിക രോഗമല്ല. ഹോർമോണൽ ഇംബാലൻസ് എന്നൊക്കെ പറയുന്ന ഒരുതരം ഭംഗിവാക്കാണ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി പറഞ്ഞാൽ നന്നായിരിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ ബേസിക്കായിട്ട് ഞാൻ കവർ ചെയ്യുന്നത്, എല്ലാവരും പറയാറുണ്ട് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് നമുക്ക് പല മാനസിക രോഗങ്ങളും വരുന്നത് എന്ന്. പല മാനസിക പ്രശ്നങ്ങളും വരുന്നത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ്. ഒരു പരിധിവരെ ഹോർമോണൽ ഇംബാലൻസ് അതിന് കാരണമാകാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ ഹോർമോണൽ ബാലൻസ് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ വളരെയധികം കൺഫ്യൂസ് ആയി പോകും. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നു, എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, അതെങ്ങനെയെങ്കിലും ശരിയാക്കിയെടുക്കണം എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അതൊരിക്കലും സംഭവിക്കരുത്. എന്താണ് നമ്മളിവിടെ പറയുന്ന ഹോർമോണൽ ഇംബാലൻസ്? അതിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാധാന്യമുള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചെറിയൊരു വീഡിയോ ആണ്, ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ ഹോർമോണൽ ഇംബാലൻസ് എന്നൊക്കെ പറയുന്നത് എത്ര മോശം ഭാഷയാണ് എന്നുള്ളത്. എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മണിക്ക് യൂട്യൂബ് ലൈവിൽ ഞാൻ മാനസികാരോഗ്യ വിഷയങ്ങളിൽ നിങ്ങളുമായി സംവദിക്കാൻ തയ്യാറായി വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്കറിയാവുന്ന മറുപടികൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷൻ വായിക്കരുത്. നിങ്ങൾ കൺഫ്യൂസ് ആവുകയുള്ളൂ. ഗുണത്തിന് പകരം ദോഷമായിരിക്കും അത് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. ഓരോ ദിവസം നിങ്ങൾ ഇമോഷണൽ ആവുമ്പോഴും, ഓരോ പ്രാവശ്യം നിങ്ങളുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചെറുപ്പം മുതലേ ദേഷ്യം വരാറുണ്ട്, വിഷമം വരാറുണ്ട്, ടെൻഷൻ വരാറുണ്ട്, ആങ്സൈറ്റി വരാറുണ്ട്, പ്രശ്നങ്ങൾ വരാറുണ്ട്, നമ്മൾ ഒരുപാട് ചിന്തിക്കാറുണ്ട്, ഓവർ തിങ്കിങ് വരാറുണ്ട്, നെഗറ്റീവ് തോട്ട്സ് വരാറുണ്ട്, മറ്റുള്ളവരുമായി വഴക്കടിക്കാറുണ്ട്. അപ്പോഴെല്ലാം നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വ്യക്തിക്ക് വിഷമമുണ്ടാവണമെന്നുണ്ടെങ്കിൽ സെറോട്ടോണിൻ കുറഞ്ഞേ പറ്റൂ. അതാണ് ഏറ്റവും പ്രധാനം. സെറോട്ടോണിൻ മാത്രമല്ല, അതുമായി അനുബന്ധമായിട്ടുള്ള മറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം കുറഞ്ഞേ പറ്റൂ. നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതോ ഒരു വിഷയത്തിന് ടീച്ചർ നിങ്ങളോട് വഴക്കടിച്ചാൽ, നിങ്ങളെ ചീത്ത പറഞ്ഞാൽ, നിങ്ങളെ ക്ലാസ്സിന് പുറത്ത് നിർത്തിയാൽ കുറേ നേരത്തേക്ക് നമ്മുടെ മൂഡ് ഓഫ് ആയിരിക്കും എന്നാണ് പറയുക. ആ മൂഡ് ഓഫ് ആവുക എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഇംബാലൻസ് കൊണ്ട് തന്നെയാണ്. ഹോർമോണൽ ഇംബാലൻസ് എന്ന് നമ്മൾ പറയുന്ന, ഓമനപ്പേരിട്ട് വിളിക്കുന്ന ആ പ്രക്രിയ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ മൂഡ് ഓഫ് ആവുന്നത്. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ചീത്ത പറഞ്ഞാൽ നിങ്ങൾ മൂഡ് ഓഫ് ആവും. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങൾ മൂഡ് ഓഫ് ആവും. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ മൂഡ് ഓഫ് ആവും. ആരോടെങ്കിലും ദേഷ്യപ്പെട്ടാൽ അതിനു കാരണവും നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ആണ്. നമുക്ക് ദേഷ്യം വരണമെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് അത്യാവശ്യമാണ്. നമുക്ക് സങ്കടം വരണമെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് അത്യാവശ്യമാണ്. അതായത് ഏത് വികാരം വരണമെങ്കിലും ആ വികാരം പ്രകടിപ്പിക്കപ്പെടണം എന്നുണ്ടെങ്കിലും, ആ വികാരവുമായി ബന്ധപ്പെട്ട് കുറേ നേരം നമ്മൾ വികാര വിവശനായിരിക്കണം എന്നുണ്ടെങ്കിലും, അപ്പോഴെല്ലാം നമ്മുടെ ബ്രെയിനിൽ, നാഡി വ്യൂഹത്തിൽ സ്വാഭാവികമായും ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മൂഡ് ഓഫ് ആവുന്നു, വികാരങ്ങൾ അതിൻ്റെതായ രീതിയിൽ പ്രകടിപ്പിക്കപ്പെടുന്നു, പ്രദർശിപ്പിക്കപ്പെടുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളത് അവതരിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ജനിച്ച ദിവസം മുതൽ ഈ നിമിഷം വരെ മിക്കവാറും എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഈ എല്ലാ ദിവസവും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴെല്ലാം നമുക്ക് മാനസിക രോഗമുണ്ട് എന്നാണോ നമ്മൾ പറയുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ വീട്ടിലൊരാളുമായി നമ്മൾ വഴക്കടിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ഒരാളുമായി, അല്ലെങ്കിൽ നമ്മുടെ ബോസ് തന്നെ നമ്മളെ നല്ല പോലെ ഏതോ ഒരു വിഷയത്തിന് നമ്മൾ ചീത്ത പറഞ്ഞു, ഏകദേശം 12 മണിക്കൂറെങ്കിലും നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ 12 മണിക്കൂർ മൂഡ് ഓഫ് ആയിരിക്കുന്നത് നമ്മൾ നാട്ടുമ്പുറത്തെ ഭാഷയിൽ അവൻ ഡിപ്രസ്ഡ് ആണ് എന്ന് പറയുമെന്നുണ്ടെങ്കിലും അത് യഥാർത്ഥ ഡിപ്രഷൻ ആണോ? അല്ല. എന്നാൽ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ? തീർച്ചയായും വരുന്നുണ്ട്. അപ്പോൾ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിൻ്റെ
ഈ പറയുന്ന ഹോർമോൺ ഇംബാലൻസ് ആവുന്നത് കൊണ്ട് തന്നെയാണ് എന്നർത്ഥം. നമുക്ക് ഡിപ്രഷൻ ലക്ഷണങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഡിപ്രഷൻ ലക്ഷണങ്ങൾ? ചെയ്യുന്ന ഒരു കാര്യത്തിലും നമുക്ക് ശ്രദ്ധയില്ലായ്മ, ഏതെങ്കിലും ഒരു കാര്യം പുതിയതായി ചെയ്യാൻ നമുക്ക് തോന്നില്ല, ഫോക്കസ് ഇല്ലായ്മ അനുഭവപ്പെടുന്നു, മറ്റുള്ളവരോട് സംസാരിക്കാൻ നമ്മൾ വിമുഖത കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആ സമയത്ത് മറ്റുള്ളവരോട് സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നു. ഫ്രണ്ട്സിൻ്റെ ഫോൺ വന്നാൽ നമ്മൾ അറ്റൻഡ് ചെയ്യില്ല. മറ്റാരെങ്കിലും നമ്മളെ കാണാൻ വന്നാൽ നമ്മൾ അവരുമായി സംസാരിക്കാനുള്ള സാഹചര്യം, നമ്മുടെ മനസ്സതിന് തയ്യാറല്ല. സിനിമ കാണാൻ മനസ്സില്ല, TV കാണാൻ മനസ്സില്ല, ഭക്ഷണം കഴിക്കാൻ മനസ്സില്ല, പുറത്തേക്ക് പോകാൻ മനസ്സില്ല. ഒരു പക്ഷേ നമ്മൾ നമ്മുടെ റൂമിനകത്ത് തന്നെ ആ 12 മണിക്കൂർ അടഞ്ഞിരുന്നു എന്ന് വരാം. ആ സമയത്ത് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയി എന്നും വരാം. ഇതെല്ലാം ഡിപ്രഷൻ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ 12 മണിക്കൂർ നമ്മൾക്ക് ഡിപ്രഷൻ ലക്ഷണങ്ങൾ വന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ വന്നതെല്ലാം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ അടുത്ത ദിവസം രാവിലെ നമ്മൾ നോർമൽ ആവില്ലേ? അതല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം രാവിലെ നമ്മൾ നോർമൽ ആവില്ലേ? അതിനെന്താ അർത്ഥം? ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമ്മൾ ചെറുതായി ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിലും അടുത്ത ദിവസം നമ്മൾ നോർമലായി എന്ന് പറയും. നോർമലായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഹോർമോണൽ ഇംബാലൻസ് വീണ്ടും പഴയ രീതിയിൽ ഉയർന്നു, ആ ബാലൻസ്ഡ് ആയി എന്നല്ലേ അതിനർത്ഥം. നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഏത് ഹോർമോണൽ ഇംബാലൻസും നമ്മൾ കൃത്യമായി കൈകാര്യം ചെയ്താൽ ബാലൻസായി മാറുവാൻ സാഹചര്യമുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് അത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ മാനസിക രോഗം, എല്ലാ ഹോർമോണൽ ഇംബാലൻസും മാനസിക രോഗമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവാറുണ്ട്. അതൊന്നും മാനസിക രോഗമല്ല. ഇനി എല്ലാ മാനസിക രോഗവും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്നതാണോ? അതാണ്. മാനസിക രോഗം എന്ന് പറയുന്നത്, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ തന്നെ പ്രവർത്തികൾ കൊണ്ട്, പ്രയത്നം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളപ്പോൾ, അത്തരം മാറ്റിയെടുക്കാൻ കഴിയുന്ന മാനസിക പ്രശ്നങ്ങളെ, ഈ ഹോർമോണൽ ഇംബാലൻസ് മാറ്റിയെടുത്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ അത്ര ബേജാറാവേണ്ട കാര്യമൊന്നുമല്ല. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ അല്ലെങ്കിൽ ജനറ്റിക്കലായിട്ടോ ഹോർമോണൽ ഇംബാലൻസ് പെർമനൻ്റ് ആയി വരുന്നത് കൊണ്ടോ ഉള്ള മാനസിക പ്രശ്നങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മാനസിക പ്രശ്നങ്ങളെയും നമുക്ക് ഈ ഹോർമോണൽ ബാലൻസ് പതിയെ പതിയെ തിരികെ കൊണ്ടുവന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഹോർമോണൽ ഇംബാലൻസ് എന്നൊക്കെ പറയുന്ന ഒരുതരം ഭംഗിവാക്കാണ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി പറഞ്ഞാൽ നന്നായിരിക്കും. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.